അപ്പോൾ തുടങ്ങാം. ഇതൊക്കെ കേട്ട് ഞാനിപ്പോൾ കരയുമെന്നുള്ള അവസ്ഥയായിരുന്നപ്പോഴത്തേക്കും മനോജ് പറഞ്ഞു, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഇവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഞങ്ങൾ പണിയെടുക്കുന്നതിൽ നിന്ന് ഒരു 10 രൂപ വെച്ച് നീ അങ്ങ് എടുത്തു. അപ്പോൾ എൻ്റെ മണ്ടത്തരത്തിന് ഞാൻ വീണ്ടും ചോദിച്ചു, സ്ത്രീധനമൊക്കെ തെറ്റല്ലടാ എന്ന് ചോദിച്ചു. അത് കേൾക്കുമ്പോൾ ആളുകൾ ജഡ്ജ് ചെയ്യും, ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ, അപ്പോൾ റിച്ച് ഫാമിലി തന്നെ, അല്ലെങ്കിൽ അവർ പൗരാണിക മറ്റേടത്തെ ഫാമിലി തന്നെ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയും. ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ ആലോചിക്കാനെങ്കിലും പറ്റുമോ? ഒരു വ്യാജ ഡോക്ടർ എന്നെങ്കിലും പറഞ്ഞാൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എങ്കിലും വേണ്ടേ? അപ്പോൾ തുടങ്ങാം. ഞാൻ ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള പലരെയും കണ്ടിട്ടുണ്ട്. ആസാം, ബീഹാർ, ഒഡീഷ, ബംഗാൾ, തമിഴ്നാട്, അങ്ങനെ ഒരുപാടധികം സ്ഥലത്തു നിന്ന് വന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള വ്യത്യസ്തമായ കഥകളും സംഭവങ്ങളും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ചില സംഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ പാലായിൽ ഒരു വലിയൊരു സ്കൂളിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് അന്നൊരു 3 ടീമായിട്ടാണ് അവിടെ പണി നടക്കുന്നത്. തട്ടുപണിക്കൊരു ടീം, കമ്പിപ്പണിക്കൊരു ടീം, കട്ടകെട്ടിനൊരു ടീം, അങ്ങനെയാണ്. അതിൽ ഈ കമ്പിപ്പണിക്കുള്ള ടീം വന്നിരിക്കുന്ന ബീഹാറിൽ നിന്നാണ്. ഇവരുടെ നേതാവ് ഒരു മനോജാണ് അങ്ങോട്ടേക്ക് ഈ കമ്പിപ്പണിക്കുള്ള ആളുകളെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇടക്കാലത്ത് വെച്ച് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. മനോജ് ഈ പണിക്കാരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നു എന്നൊരു കംപ്ലയിൻറ്റ് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഇതൊരിക്കലും നമ്മളെ ഇൻവോൾവ് ചെയ്യുന്ന പ്രശ്നമല്ല, കാരണം നമ്മുടെ കോൺട്രാക്ട് മനോജുമായിട്ടാണ്. എന്നിരുന്നാലും ഒരു ദിവസം ഞാൻ മനോജിനെ പിടിച്ചു നിർത്തി ചോദിച്ചു, എന്താ മനോജ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്, നീ ഉമ്മാരെ ഇന്ന് കമ്മീഷൻ പിടിക്കുക എന്നൊക്കെ ഭയങ്കര കംപ്ലയിൻറ്റ് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒറ്റ സെക്കൻഡിൽ മനോജിൻ്റെ മൂഡ് അങ്ങോട്ട് മാറി. മനോജ് ഒരുമാതിരി കരയാൻ പോകുന്ന പോലെയൊക്കെ ആയി. മനോജ് എന്നോട് പറയാൻ തുടങ്ങി, സാറേ ഇങ്ങനെയൊന്നും പറയരുത്, ഞാൻ ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ചെയ്യുമോ, ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നവനാണ്, ഞാൻ ഇവരെ ചൂഷണം ചെയ്യുമോ, ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിക്കുമോ, അങ്ങനെയൊന്നും പറയരുത്, അതൊക്കെ വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പതുക്കെ കണ്ണൊക്കെ ഇങ്ങനെ തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചും പോയല്ലോ എന്നൊരു മൂഡിലേക്ക് പോകുന്ന സമയത്ത് മനോജ് കൂടുതൽ ദയനീയത പറയുക, സാർ ഞങ്ങളുടെ നാട് വന്ന് കാണണം, അവിടെയൊക്കെ ഒരു വകയില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയെ കിടന്നിരുന്നതാണ് അവന്മാരെ പലരെയും ഞാൻ അവിടെ നിന്ന് ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് ജോലി കൊടുക്കുന്നത് എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ ഞാൻ ഇവന്മാരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു മോശക്കാരനായിട്ടുള്ള വ്യക്തിയല്ല സാർ. ഇതൊക്കെ കേട്ട് ഞാനിപ്പോൾ കരയുമെന്നുള്ള അവസ്ഥയായിരുന്നപ്പോഴത്തേക്കും മനോജ് പറഞ്ഞു, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഇവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഞങ്ങൾ പണിയെടുക്കുന്നതിൽ നിന്ന് ഒരു 10 രൂപ വെച്ച് നീ അങ്ങ് എടുത്തു. അത് കേട്ടിട്ട് ഞാൻ എന്നിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മനോജ് അതൊക്കെ പറഞ്ഞു, പിന്നെ ഇവർക്കിവിടെ ഭയങ്കര പണിയല്ലേ, ഈ പണിയുടെ ടെൻഷൻ ഇടയ്ക്ക് ഇവന്മാരിത് മറന്നു പോകുമെന്ന് പേടിച്ചിട്ട് ആഴ്ച അവസാനം ഞാൻ കാശ് കൊടുക്കുമ്പോൾ ഞാൻ ആ 10 രൂപ വെച്ച് ഇങ്ങനെ എടുത്തിട്ടാണ് കൊടുക്കുക, അതും അവരുടെ സൗകര്യത്തിന് വേണ്ടിയാ, അല്ലാതെ എനിക്ക് കാശ് വേണ്ടിയിട്ടല്ല എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മനോജ് മാന്യനാണെന്ന് മനസ്സിലായി. കാരണം 60 പേര് ഇവൻ്റെ കീഴിലുണ്ട്. 10 രൂപ വെച്ച് 6 ദിവസം ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 3600 രൂപ ഒരു കാര്യവും ഇല്ലാതെ ഇവൻ്റെ കയ്യിലേക്ക് എല്ലാ ആഴ്ചയും ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, നിനക്ക് എന്തിനാടാ ഇത്രയും കാശ് എന്ന് ചോദിച്ചു. ഉടനെ ഇവൻ പറഞ്ഞു, സാറേ എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, പെങ്ങളുടെ കല്യാണം നടത്താനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ മേടിക്കുന്നതാണെങ്കിലും കുടുംബത്തോട് സ്നേഹമുള്ളവനാണ്, പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണല്ലോ നല്ലത്. ശരി, പെങ്ങളുടെ കല്യാണമൊക്കെ ഉറച്ചോ, എങ്ങനെയാണ് പ്രേമിച്ച് കിട്ടുന്നതാണോ എന്ന് ചോദിച്ചു. മനോജാണെങ്കിൽ മൊത്തത്തിൽ ദശാവതാരം കളിക്കുകയാണ്. നേരത്തെ കരച്ചിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇമോഷൻ മാറി രൗദ്രമായി. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എന്നെ വർത്താനമായി പറയുന്നത്, അങ്ങനെ എൻ്റെ കുടുംബത്തിലൊന്നും ആരും അങ്ങനെ ഒന്നും ചെയ്യല്ല, എൻ്റെ പെങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ മോശത്തരത്തിലും പ്രേമിക്കാനും ഒന്നും പോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ലൈൻ വേറെയാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, കല്യാണം ഉറപ്പിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ആ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിൻ്റെ അളിയന് പണി, ഇതേപോലെ സെയിം മേസ്ത്രി പരിപാടിയൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല സാറേ, അവളെ ഞങ്ങളൊരു ഡോക്ടറെ കൊണ്ടാണ് കിട്ടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, ഇവൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടാണെങ്കിലും നല്ല ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലുള്ള ഒരാളിനെ കൊണ്ട് പെങ്ങളെ കെട്ടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളി ഫെർദർ ആയിട്ട് പറയാൻ തുടങ്ങി, കല്യാണത്തിന് സമയത്ത് കുറച്ച് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ അളിയന് കൊടുക്കണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സാറേ പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മണ്ടത്തരത്തിന് ഞാൻ വീണ്ടും ചോദിച്ചു, സ്ത്രീധനമൊക്കെ തെറ്റല്ലടാ എന്ന് ചോദിച്ചു. ഉടനെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എന്ത് വർത്താനമായി പറയുന്നത്, ഞങ്ങൾ അളിയന് കൊടുക്കുന്ന സാധനങ്ങളുടെ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഇടയിൽ ഞങ്ങളുടെ അഭിമാനം ഇടിയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത്, ഈ സ്ത്രീധനം കൊടുക്കുന്നത് അവരുടെ നാട്ടിൽ വലിയൊരു അഭിമാനത്തിൻ്റെ ഇതാണ്. ഇത്രയും സാധനങ്ങൾ ഈ കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്ന ആ പെണ്ണിനൊരു അന്തസ്സും കുടുംബത്തിന് ഒരു അഭിമാനം കൂടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് എല്ലാവരും വട്ടം കൂടിയിരുന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വിളിച്ചിങ്ങനെ പറയും, ഞങ്ങളുടെ ഈ പെങ്കൊച്ചിന് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന സാധനങ്ങൾ ഇന്ന സാധനങ്ങളാണ് എന്ന് വിളിച്ച് പറയും. അത് കേൾക്കുമ്പോൾ ആളുകൾ ജഡ്ജ് ചെയ്യും, ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ, അപ്പോൾ റിച്ച് ഫാമിലി തന്നെ, അല്ലെങ്കിൽ അവർ പൗരാണിക മറ്റേടത്തെ ഫാമിലി തന്നെ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയും എന്നുള്ളത് അവിടുത്തെ ഒരു കസ്റ്റമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ, അപ്പോൾ ഡോക്ടർക്ക് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? ഉടനെയും പറഞ്ഞു, അളിയന് ഒരു കട്ടില്, ഒരു അലമാരി, ഒരു മാല, ഒരു 15,000 രൂപ ഇത്രയും കൊടുക്കണമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പറ്റിയ ഒരു സ്കൂട്ടിയും കൂടെ മേടിച്ചു കൊടുക്കണമെന്നുണ്ട്.
അഭിമാനത്തിൻ്റെ കൂടുതൽ പറഞ്ഞിട്ട് ഡോക്ടർക്ക് കൊടുക്കാൻ ഇവൻ വെച്ചിരിക്കുന്ന ഈ ഒരു സ്ത്രീധനത്തിൻ്റെ ലിസ്റ്റ് കേട്ടിട്ട് ഞാൻ ചോദിച്ചു, ഇതൊക്കെയാണോ നീയൊക്കെ കൊടുക്കുന്നത്? ഇതാണോ ഇത്ര വലിയ ഇതായിട്ട് നീ പറഞ്ഞത്? കട്ടിലും അലമാരിയൊക്കെയാണോ ഇത്ര വലിയ സാധനമായിട്ട് നിങ്ങൾ സ്ത്രീധനം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ഇവൻ പറഞ്ഞു, ഞാനും എത്ര സാധനം എണ്ണി, അങ്ങനെ സാധനങ്ങളുടെ എണ്ണത്തിലാണ് ഞങ്ങളുടെ അഭിമാനം ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പം നിൻ്റെ അളിയൻ MBBS ഡോക്ടർ അല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ഇവൻ ചോദിച്ചു, അതെന്താ MBBS എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ സാധാരണ ഡോക്ടറാണോ അതോ ഇനി പല്ലിൻ്റെ ഡോക്ടറാണോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണോ എന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ ഇതിനെക്കുറിച്ച് പഠിക്കുമല്ലോ, ഇപ്പോൾ കോളേജിലൊക്കെ പോയി പഠിക്കുമ്പോൾ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് കാര്യം മനസ്സിലായി. ഉടനെ പുള്ളി പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല കേട്ടോ, അളിയൻ സ്കൂളിലേ പോയിട്ടില്ല എന്ന്. ഉടനെ ഞാൻ ചോദിച്ചു, നീ എന്തോടെ പറയുന്നത്, സ്കൂളിൽ പോകാതെ എങ്ങനെയാണ് ഡോക്ടർ ആകുന്നതെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, അളിയൻ കമ്പൗണ്ടർ ഡോക്ടറാണ്, ഞങ്ങളുടെ നാട്ടിൽ ഈ ഡോക്ടറുണ്ട്, ഈ ഡോക്ടറിന് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അത്ഭുതം, കമ്പൗണ്ടർ ഡോക്ടർ എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ ഇവനോട് ചോദിച്ചു, അതെന്താ സാധനം എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് ഡോക്ടർ ആകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പുള്ളിയുടെ ക്ലിനിക്കിൽ കമ്പൗണ്ടറായിട്ട് നിൽക്കും. അവിടെ നിന്ന് കഴിയുമ്പോൾ ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് പുള്ളി ഇങ്ങനെ നോക്കിയൊക്കെ പഠിക്കും. ഈ മരുന്നുകളൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ആൾ ഡോക്ടറായിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, ശരിക്കും നീയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? അവരപ്പോൾ എന്തൊക്കെ ടൈപ്പ് ചികിത്സകൾ ചെയ്യും, എല്ലാം ചെയ്യുമെന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ പറഞ്ഞേ ഇല്ലില്ല, കമ്പൗണ്ടർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് സ്ഥിരമായിട്ട് വരുന്ന ചില അസുഖങ്ങളുണ്ട്, അതിൻ്റെ മരുന്നുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. പനി, ജലദോഷം, മഞ്ഞപ്പിത്തം, ഇതുപോലത്തെ ചില അസുഖങ്ങളുണ്ട്. അതിൽ കൂടി എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ കമ്പൗണ്ടർ ഡോക്ടർ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കമ്പൗണ്ടറായിട്ട് നിൽക്കുന്ന ആൾ ഡോക്ടറുടെ അടുത്തുനിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്, ആ ഡോക്ടർ എവിടെ പോയി പഠിച്ചിട്ട് വന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ആ ഡോക്ടർ ഇതിന് മുമ്പ് ഒരു ഡോക്ടറുടെ കൂടെ കമ്പൗണ്ടറായിട്ട് നിന്നാണ്, ആ ആൾ അതിന് മുമ്പ് ഒരാളുടെ കൂടെ കമ്പൗണ്ടറായിട്ട് നിന്നാണ്, അങ്ങനെ. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ പണ്ട് 100 വർഷം മുമ്പ് ഏതോ നാട്ടുവൈദ്യനോ ഇങ്ങനത്തെ എന്തോ സാധനം ഉണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ നിന്ന് ഒരാൾ, അയാൾക്ക് പതുക്കെ ഈ മരുന്നുകളുടെ പേരൊക്കെ വൈദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതോടെ എടുത്തു കൊടുക്കാൻ നിന്നവൻ വൈദ്യനായി, അവൻ എടുത്തു കൊടുക്കാൻ നിന്നവൻ അടുത്ത വൈദ്യനായി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ വൈദ്യം മാറി ഡോക്ടർ എന്നുള്ള പേരായി കാണുമായിരിക്കും. അങ്ങനെ ഈ ജനറേഷനിലെ ആ നാട്ടിലെ ഡോക്ടറാണ് മനോജിന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്നത്. ഉടനെ ഞാൻ ഇവനോട് പറഞ്ഞു, ഇതൊക്കെ നിയമവിരുദ്ധമല്ലേ, ഇങ്ങനെയൊക്കെയാണോ ഡോക്ടർ ഉണ്ടാകുന്നത്, ഡോക്ടർ ഉണ്ടാകാൻ പഠിക്കുകയൊക്കെ വേണ്ടേ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ മതി സാറേ, ഞങ്ങളുടെ അസുഖങ്ങൾ ചികിത്സിക്കാൻ ഞങ്ങൾക്ക് കമ്പൗണ്ടർ ഡോക്ടറുടെ ആവശ്യമേ ഉള്ളൂ, പുള്ളി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഞങ്ങൾ നല്ല റെസ്പെക്റ്റും കൊടുക്കും, ഇനി അടുത്ത ജനറേഷനിൽ അടുത്ത ആളും ഇതുപോലെ തന്നെ ഉണ്ടായി വരുമെന്നാണ് അന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അന്ന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര തമാശയായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്കും ശരിക്കും എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുകയാണ് ചെയ്തത്. ഒരു നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ചികിത്സ നടത്തുന്നത്, അതാണ് അവരുടെ ഡോക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ ആലോചിക്കാനെങ്കിലും പറ്റുമോ? ഒരു വ്യാജ ഡോക്ടർ എന്നെങ്കിലും പറഞ്ഞാൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എങ്കിലും വേണ്ടേ? അതുപോലും ഇല്ലാത്ത ഒരാളിനെയാണ് അവർ ഡോക്ടറായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഇഗ്നോറൻസ് കൊണ്ടാകാം, അല്ലെങ്കിൽ കൈമാറി വന്ന വിശ്വാസങ്ങളെ മാറ്റി മറിക്കാനുള്ള താല്പര്യക്കുറവ് കൊണ്ടാകാം. ഇപ്പോഴും ഈ കാലത്തും അവരുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ നടക്കുന്നതെന്ന് എനിക്കറിയാൻ മേല. കൊള്ളാവുന്ന എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആ നാട്ടിൽ വന്നിട്ടുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ പറ്റൂ. ഞാൻ ഒന്നിലധികം കഥകൾ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ കാണുന്ന വീഡിയോ ഒരല്പം മുമ്പിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നിലധികം കഥകൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരൊറ്റ കഥ മാത്രമായിട്ട് ചുരുക്കാം. ഇനി വരാൻ പോകുന്ന ഇതിനകത്ത് കൂടുതലായിട്ടുള്ള കഥകൾ പറയാം. നമ്മൾ വിചാരിക്കാത്ത തരം പ്രശ്നങ്ങൾ സ്വന്തം നാട്ടിലുണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നവന്മാരുണ്ട്. അങ്ങനെ ചില യവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞ അവരുടെ ചില ജീവിത കഥകളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ഇനി വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ, സൈനിങ് ഓഫ്.